തിരുവോണമായിട്ട് രാവിലെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഓണത്തിന് വീട്ടിൽ പോവും. അപ്പോൾ ഉമ്മച്ചി ഇവിടെ കുറച്ച് കാവറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തിന്നത് പോരാഞ്ഞിട്ട് അന്നമ്മേൻ്റെ ഒന്നും കൂടെ 2 കഷ്ണം വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ അമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും അമ്മയുടെ അടുത്തു നിന്നാണ് സദ്യ കഴിക്കുന്നത്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സിസ്റ്റം. നമ്മുടെ ഓണത്തിന് അമ്മയുടെ അടുത്തു നിന്ന് നല്ല ഉഗ്രനൊരു സദ്യ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തവണ മക്കളും അമ്മയും ചേച്ചിയും പിള്ളേരും ഉമ്മച്ചിയും പൊന്നും ഒക്കെ ആയിട്ടിരുന്നിട്ട് അടിപൊളി ഒരു സദ്യ കഴിച്ചു കേട്ടോ. അപ്പോൾ അന്നമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സദ്യ കഴിച്ച ക്ഷീണത്തിലൊന്ന് ഉറങ്ങിപ്പോയി. അതിനുശേഷം ഞാനും പൊന്നും റൈഹും കൂടി കല്ലമ്പലത്തൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. റൈഹുവിനൊരു വെള്ള ഷൂ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ വില കണ്ട് ഞെട്ടി നിൽക്കുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. ഒരു കാര്യമില്ലാതെ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്തായാണ് ഇത്. അതുപോലെ അവളുടെ അനിയത്തിയാണിത്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഷൂ ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണേ.